ഫോർ ക്യാമ്പസ് വിഷൻ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ബികോം സെക്കൻഡ് സെമസ്റ്റർ സ്റ്റുഡൻസിൻ്റെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന പേപ്പറിൻ്റെ ലാസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള ഇൻഷുറൻസ് ക്ലെയിം എന്ന ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ്. The learning objectives of this module are: first one, to know the meaning of insurance claim, meaning of memorandum trading account and the meaning of consequential loss. Second one, to know how to ascertain the value of closing stock at the time of fire. Then third one, to know how to prepare memorandum trading account. Then fourth one, to know how to calculate the value of loss of stock. Then fifth one, to know about the treatment of average clause. Last one, to know about the treatment of abnormal loss. നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. We know the term insurance. What do you mean by insurance? Insurance is a means of protection from financial loss. നമുക്കറിയാം, ബിസിനസ്സിലുണ്ടാകുന്ന നഷ്ടം നികത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് തന്നെയല്ല ഏതിലായാലും നമുക്കൊരു ഫിനാൻഷ്യൽ ലോസ് ഉണ്ടെങ്കിൽ അത് നികത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു മാർഗ്ഗമാണ് ഇൻഷുറൻസ്. The next term, insurance claim. What do you mean by insurance claim? Insurance claim is the claim lodged by the business to the insurance company on happening the event of specific loss. അതായത് എന്തെങ്കിലും ഒരു ഈവൻറ്റ് നടന്ന് നമുക്ക് ബിസിനസ്സിൽ എന്തെങ്കിലും നഷ്ടമുണ്ടായി കഴിഞ്ഞാൽ എത്ര രൂപയുടെ നഷ്ടമാണോ ഉണ്ടായത് എന്ന് ഒരു ബിസിനസ് ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻഷുറൻസ് കമ്പനിയെ ഇൻറ്റിമേറ്റ് ചെയ്യണം. ആ ഐഡൻറ്റിഫൈ ചെയ്യുന്ന എമൗണ്ടിനെ ആണ് ഇൻഷുറൻസ് ക്ലെയിം എന്ന് പറയുന്നത്. ദെൻ ഇൻ സിമ്പിൾ വേർഡ്സ്, ഇൻഷുറൻസ് ക്ലെയിം ഈസ് ദ കോമ്പൻസേഷൻ പേയബിൾ ബൈ ദ ഇൻഷുറൻസ് കമ്പനി ടു ദ ഇൻഷുർഡ് ഓൺ ഹാപ്പനിങ് ദ ഇവൻറ്റ് ഓഫ് സ്പെസിഫിക് ലോസ്. ഇനി നമ്മൾ കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇൻഷുറൻസ് ക്ലെയിം എന്ന് പറയുന്നത് ഒരു ഇൻഷുറൻസ് കമ്പനി ഇൻഷുർഡ് മീൻസ് ഇൻഷുറൻസ് എടുത്തിട്ടുള്ള വ്യക്തി ആരാണോ അല്ലെങ്കിൽ ബിസിനസ്സിന് ഇൻഷുറൻസ് കമ്പനി കൊടുക്കേണ്ടതായിട്ടുള്ള കോമ്പൻസേഷൻ എമൗണ്ടിനെ ആണ് ഇൻഷുറൻസ് ക്ലെയിം എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് ക്ലെയിംസ്. There are two different types of claims. First one, loss of asset including stock. Second one, loss of profit as a consequent to fire, that is consequential loss. Loss of assets. Loss of assets may be of two types: loss of fixed asset and loss of stock of goods. First one, loss of fixed asset. Fixed assets such as building, machineries, furniture, etc. are destroyed by fire. The loss of such assets can be ascertained from the books of accounts properly kept in business. നമുക്കറിയാം, നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ കീപ്പ് ചെയ്യുന്ന ബിൽഡിങ്, മെഷീനറീസ്, ഫർണിച്ചർ ഇങ്ങനെയുള്ള അസറ്റ്സിനെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പ്രോപ്പറായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കെപ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് വഴി ഒരു ഫയർ ഉണ്ടാകുന്ന ഡേറ്റിൽ എത്ര രൂപയുടെ ഫർണിച്ചർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്ര രൂപയുടെ ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്ര രൂപയുടെ അസറ്റ്സ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും എത്ര ഡിഫിക്കൽട്ട് ആയിരിക്കില്ല. എന്നാൽ സെക്കൻഡ് വൺ, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ആണ്. വെൻ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ആർ ഡിസ്ട്രോയിഡ്, the computation of loss of stock is difficult because the stock were acquired at varying rates. സ്റ്റോക്ക് ഓഫ് ഗുഡ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം നമ്മൾ സ്റ്റോക്കിൻ്റെ കാൽക്കുലേഷൻ, ദ വാല്യൂ ഓഫ് ലോസ് ഓഫ് സ്റ്റോക്കിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം ഈ സ്റ്റോക്കുകൾ ഒരു വർഷത്തിൽ പല പ്രാവശ്യമായിട്ട് വാങ്ങുന്നതായിരിക്കും. ആ വാങ്ങുന്നതെല്ലാം തന്നെ പല റേറ്റിലുള്ളതുമായിരിക്കും. അതുകൊണ്ട് തന്നെ എത്ര രൂപയുടെ സ്റ്റോക്കാണ് നമുക്ക് ഫയർ ഉണ്ടായ ഡേറ്റിൽ കൈവശം ഉണ്ടായിരുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇനി നമ്മൾ ഈ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ച് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോക്ക് രജിസ്റ്റർ കീപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ സ്റ്റോക്ക് രജിസ്റ്റർ കീപ്പ് ചെയ്യുമ്പോൾ അത് അപ് ടു ഡേറ്റ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എത്ര രൂപയുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഈ സ്റ്റോക്ക് രജിസ്റ്റർ എല്ലായ്പ്പോഴും കീപ്പ് ചെയ്യുന്നത് ഈ സ്റ്റോർ ഹൗസിൽ തന്നെയായിരിക്കും. അങ്ങനെ സ്റ്റോർ ഹൗസിൽ ഒരു ഫയർ ഉണ്ടായി സ്റ്റോക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിൻ്റെ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യുവേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടുമാണ്. നെക്സ്റ്റ് വി ഡിസ്കസ് അബൌട്ട് ലോസ് ഓഫ് സ്റ്റോക്ക് പോളിസി. In loss of stock policy, there are three different steps for determination of claim for loss of stock. അതായത് നമ്മുടെ ലോസ് ഓഫ് സ്റ്റോക്ക് പോളിസിയിൽ ക്ലെയിം കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ക്ലെയിമിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് 3 ഡിഫറെൻറ്റ് സ്റ്റെപ്സാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളത്. ആ 3 ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. The 3 different steps are: first one,
ascertainment of value of stock at the time of fire. Second one, ascertainment of net loss of stock after deducting the salvage value of stock. Then third, application of average clause. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസർട്ടൈൻമെൻറ്റ് ഓഫ് വാല്യൂ ഓഫ് സ്റ്റോക്ക് അറ്റ് ദ ടൈം ഓഫ് ഫയർ. ഫയർ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കൈവശം എത്ര രൂപയുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു എന്നത് ആദ്യം കണ്ടെത്തുക. ദെൻ സെക്കൻഡ്, അസർട്ടൈൻമെൻറ്റ് ഓഫ് നെറ്റ് ലോസ്. പിന്നെ രണ്ടാമത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നെറ്റ് ലോസ് ആണ്. നെറ്റ് ലോസ് ഓഫ് സ്റ്റോക്കാണ് കണ്ടുപിടിക്കേണ്ടുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം വാല്യൂ ഓഫ് സ്റ്റോക്ക് കണ്ടുപിടിക്കുന്നു. അതിൽ നിന്നും സാൽവേജ് വാല്യൂ ഓഫ് സ്റ്റോക്ക്, ദാറ്റ് ഈസ് ദ സ്ക്രാപ്പ് വാല്യൂ, അതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ലോസ് ഓഫ് സ്റ്റോക്ക് കിട്ടും. ദെൻ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ഓഫ് ആവറേജ് ക്ലോസ് ആണ്. ആവറേജ് ക്ലോസ് ആപ്ലിക്കേഷൻ അതിൻ്റെ അപ്ലൈ ചെയ്യുന്നതാണ് പഠിക്കാനായിട്ടുള്ളത്. വി ഡിസ്കസ് ദ 3 സ്റ്റെപ്സ് ഇൻ ഡീറ്റെയിൽ. ഫസ്റ്റ് വൺ, ascertainment of value of stock at the time of fire. It may not be usually possible to ascertain the exact value of stock destroyed by fire from the stock register, either it being not up to date or being lost by fire. In such a situation, the value of stock can be ascertained by preparing memorandum trading account. നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ സ്റ്റോക്ക് രജിസ്റ്ററിൽ അപ് ടു ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാത്ത ഒരു ബിസിനസ്സിലാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഓരോ സ്റ്റോക്ക് മൂവ്മെൻറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ വിൽക്കുന്നതിനേക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോക്കുകൾ എടുക്കുന്നത് അല്ലെങ്കിൽ തിരികെ കൊണ്ടുവയ്ക്കുന്നത് അപ് ടു ഡേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നില്ല എങ്കിലും, അതുപോലെ തന്നെ ഈ സ്റ്റോക്ക് രജിസ്റ്റർ ഫയർ ടൈമിൽ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ഓഫ് സ്റ്റോക്ക് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്, അത് ഡിഫിക്കൽട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു വാല്യൂ ഓഫ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് എന്ന അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ടാണ് വാല്യൂ ഓഫ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ദെൻ വി ലേൺ ദ മീനിങ് ഓഫ് മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട്. Memorandum trading account is an account prepared to find out the value of stock of goods as on the date of fire as the balancing figure of this account. മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട്. അതായത് ഫയർ ഉണ്ടായ ആ ഡേറ്റിൽ എത്ര രൂപയുടെ സ്റ്റോക്കാണ് നമ്മുടെ കൈവശം ഉണ്ടായിരുന്നത് അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട്. This account is debited with opening stock, net purchases, direct expenses and gross profit, and credited with net sales. The resultant figure is closing stock. Here, gross profit may be ascertained on the basis of the percentage of the gross profit on sales. ഇവിടെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ഡയറക്റ്റായിട്ട് കണ്ടുപിടിച്ച് എഴുതണം. അതെല്ലായ്പ്പോഴും സെയിൽസിൻ്റെ പെർസെൻറ്റേജ് ആയിരിക്കും. നമ്മുടെ ക്വസ്റ്റ്യനിൽ തരും 5% എന്നോ 10% എന്നൊക്കെ തരുമ്പോൾ സെയിൽസിൻ്റെ ആ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക, അത് ഗ്രോസ് പ്രോഫിറ്റിൻ്റെ സ്ഥാനത്ത് എഴുതുക. അക്കൗണ്ട് സാധാരണ ബാലൻസ് ചെയ്യുന്നത് പോലെ ബാലൻസ് ചെയ്യുക. ആ ബാലൻസിങ് ഫിഗർ ആയിരിക്കും ക്ലോസിംഗ് സ്റ്റോക്ക്. ദെൻ വി ലേൺ ദ ഫോർമാറ്റ് ഓഫ് മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട്. ദ അക്കൗണ്ട് ഹെഡ് ഈസ് മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് for the period from first day of the accounting year to the date of fire. It has T-shape, debit side and credit side, particulars rupees. This account is debited with opening stock, net purchases, carriage inwards, wages and other direct expenses. Last, gross profit. It is the percentage on sales. It is credited with the sales less returns, that is the net sales. Then the account balance closing stock. നമ്മൾ സാധാരണ പ്രിപ്പയർ ചെയ്യുന്നത് പോലെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുവോ അതുപോലെ തന്നെ ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കാണ്. അത് കഴിഞ്ഞാൽ നെറ്റ് പർച്ചേസസ്, ദെൻ ക്യാരേജ് ഇൻവേർഡ്സ്, വേജസ് ആൻഡ് അതർ ഡയറക്റ്റ് എക്സ്പെൻസസ്, ദെൻ ഗ്രോസ് പ്രോഫിറ്റ് എക്സെട്ര. Then credit side, sales less returns, that is the net sales. അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടൻറ്റ് ഫിഗർ ആണ് ക്ലോസിംഗ് സ്റ്റോക്ക്. മിസ് അത് ഫോർമാറ്റിൽ കാണിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻ മാർക്കായിട്ട് കാണിച്ചിട്ടുണ്ട്. നമ്മളൊരു അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഫിഗറാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ദെൻ ദ സെക്കൻഡ് സ്റ്റെപ്സ് അസർട്ടൈൻമെൻറ്റ് ഓഫ് നെറ്റ് ലോസ് ഓഫ് സ്റ്റോക്ക് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ദ സാൽവേജ് വാല്യൂ ഓഫ് സ്റ്റോക്ക്.
രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസർട്ടൈൻമെൻറ്റ് ഓഫ് നെറ്റ് ലോസ് ഓഫ് സ്റ്റോക്കാണ്. നെറ്റ് ലോസ് ഓഫ് സ്റ്റോക്ക് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പൺ ചെയ്യുന്നു. സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേര് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് നെറ്റ് ലോസ് ഓഫ് സ്റ്റോക്കാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് നെറ്റ് ലോസ് ഓഫ് സ്റ്റോക്ക്, അതും പർട്ടിക്കുലേഴ്സ് റുപ്പീസും ആയിട്ടുള്ള ഒരു ചെറിയ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആദ്യം നമ്മൾ ബുക്ക് വാല്യൂ ഓഫ് സ്റ്റോക്ക് എഴുതുന്നു. ബുക്ക് വാല്യൂ ഓഫ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ടിൽ കണ്ടുപിടിച്ച എമൗണ്ട്, മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ബാലൻസിങ് ഫിഗറായിട്ട് കിട്ടിയ എമൗണ്ടാണ് നമ്മൾ ബുക്ക് വാല്യൂ ഓഫ് അസറ്റ് എന്നും പറഞ്ഞ്, ബുക്ക് വാല്യൂ ഓഫ് സ്റ്റോക്ക് എന്നും പറഞ്ഞ് കാണിക്കുക. ദെൻ ലെസ് സാൽവേജ് വാല്യൂ. സാൽവേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ പിന്നെ സ്ക്രാപ്പ് വാല്യൂ ആണ്. സ്ക്രാപ്പ് വാല്യൂ എന്ന് വെച്ചപ്പോൾ നമ്മൾ ഫയറിൽ കുറച്ച് ഗുഡ്സ് നഷ്ടപ്പെട്ടു, കുറച്ച് നമുക്ക് അതിൽ വന്ന കുറച്ച് ആക്രി സാധനങ്ങളെല്ലാം കൂടി വിറ്റപ്പോൾ കിട്ടിയ എമൗണ്ട്, ആ ആക്രിയ വിലയാണ് നമ്മൾ എന്തെന്ന് പറയുക, സാൽവേജ് വാല്യൂ ആയിട്ട് കാണിക്കുക. അതിൽ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും നെറ്റ് ലോസ് ഓഫ് സ്റ്റോക്ക് എന്ന് പറയുക. നെറ്റ് ലോസ് ഓഫ് സ്റ്റോക്ക് എന്ന് പറയുക. ആ എമൗണ്ട് ആയിരിക്കും എന്തെന്ന് പറയുക, ക്ലെയിം ടു ബി ലോഡ്ജ്ഡ് എന്ന് പറയുക. ക്ലെയിം ടു ബി ലോഡ്ജ്ഡ്, അതായത് ഈ എമൗണ്ട് ആയിരിക്കും നമ്മൾ ഇൻഷുറൻസ് കമ്പനിക്ക് ഇൻറ്റിമേറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയും രൂപയുടെ നഷ്ടമാണ് ഞങ്ങൾക്ക് ഉണ്ടായത് എന്ന് ഇൻഷുറൻസ് കമ്പനിക്ക് കാണിക്കണം. അവർക്ക് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. അത് കണ്ടുപിടിക്കുകയാണ്. അത് ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, ഇഫ് ആവറേജ് ക്ലോസ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ. ആവറേജ് ക്ലോസ് ആപ്ലിക്കബിൾ അല്ലാത്ത കേസിലായിരിക്കും ഈ എമൗണ്ട് എന്ന് പറയുന്നത് നെറ്റ് ലോസ് ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. നമുക്ക് തേർഡ് സ്റ്റെപ്പ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ മീനിങ് ഓഫ് ഇൻഷുറൻസ് ക്ലെയിം, ദെൻ സെക്കൻഡ് വൺ ടൈപ്പ് ഓഫ് ക്ലെയിംസ്, അതിൽ ഫസ്റ്റ് വൺ ലോസ് ഓഫ് അസറ്റ് ഇൻക്ലൂഡിങ് സ്റ്റോക്ക്, ദെൻ തേർഡ് ലോസ് ഓഫ് സ്റ്റോക്ക് പോളിസി and its 3 steps for determination of claim for the loss of stock. Last one, memorandum trading account, its meaning and format. ഒന്നും കൂടെ നമ്മൾ ഇൻഷുറൻസ് ക്ലെയിമിൻ്റെ മീനിങ് എന്താണെന്ന് പഠിച്ചു. എത്ര തരം ക്ലെയിമാണ് ഉള്ളത്, അതിൽ ഒന്നാമത്തെ ലോസ് ഓഫ് അസറ്റ് ഇൻക്ലൂഡിങ് സ്റ്റോക്ക്, ദെൻ കോൺസിക്വൻഷ്യൽ ലോസ് ആണ്. തേർഡ് പോയിൻറ്റ് ലോസ് ഓഫ് സ്റ്റോക്ക് പോളിസി. അതിൽ 3 ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ ക്ലെയിം ഫോർ ദ ലോസ് ഓഫ് സ്റ്റോക്കാണ്. അതായത് ആ ലോസ് ഓഫ് സ്റ്റോക്ക് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ്. ദെൻ അതിൽ 2 സ്റ്റെപ്സാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ലാസ്റ്റ് സ്റ്റെപ്പ് അടുത്ത ക്ലാസ്സിൽ മിസ് ചെയ്യുന്നതായിരിക്കും. ലാസ്റ്റ് വൺ എന്താണ് മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട്, വാട്ട് യു മീൻ ബൈ മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട്, ദെൻ അതിൻ്റെ ഫോർമാറ്റ് എന്താണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ട് പഠിക്കുക.